ഹലോ സ്റ്റുഡൻസ്, നമുക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പവർ പോയിന്റിൽ തന്നെ ലേഔട്ടിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളപ്പോൾ കുറച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ടേബിൾ, റോ ആൻഡ് കോളം, മെർജ്, സെൽ സൈസ്, ഇങ്ങനെ 4 കമാൻഡ് ഗ്രൂപ്പ് നമ്മൾ ആദ്യമേ പഠിച്ചായിരുന്നു. ഇനി നമുക്ക് ബാക്കി അലൈൻമെൻറ്റ്, ടേബിൾ സൈസ്, അറേഞ്ച് എന്ന് പറയുന്ന 3 കമാൻഡ് ഗ്രൂപ്പാണ് ബാക്കിയുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പാണ്. ഇതേ കാണാൻ പറ്റും. സെൽ സൈസിൻ്റെ തൊട്ടടുത്തുള്ള കമാൻഡ് ഗ്രൂപ്പാണ് എന്ത്? അലൈൻമെൻറ്റ്. ഇതാണ് കമാൻഡ് ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ വേർഡിനകത്തും ഹോം ടാബിലൊക്കെ വേർഡെന്നല്ല, വേർഡാണെങ്കിലും പവർ പോയിൻ്റ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും ഹോം ടാബിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾസ് നമുക്ക് ഇവിടെയും സെയിം കാണാൻ പറ്റും. അത് അലൈൻമെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് വരുന്ന കുറച്ച് കമാൻഡ്സ് ഇതൊക്കെ ആയിരിക്കും. ഫോണ്ടിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന കമാൻഡ്സ് ഇതൊക്കെ ആയിരിക്കും അലൈൻമെൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അലൈൻമെൻറ്റ് എന്നുള്ളത്. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സീരിയൽ നമ്പർ, നെയിം, രജിസ്റ്റർ നമ്പർ, 3 സബ്ജക്റ്റിൻ്റെ പേര്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും വരുന്നത് ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻട്രൽ അലൈൻമെൻറ്റ്, പിന്നെ എന്താണ്? റൈറ്റ് അലൈൻമെൻറ്റ്. ഇതിൻ്റെ കൂടെ നോർമലി ഇപ്പോൾ വലിയ പാരഗ്രാഫൊക്കെയാണ് എഴുതുന്നതെങ്കിൽ ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഒരു അലൈൻമെൻറ്റും കൂടെ കാണും. എന്ന് പറഞ്ഞാൽ അതൊന്ന് അറേഞ്ച് ചെയ്ത്. ഇപ്പോൾ ടേബിളിനകത്ത് നോർമലി നമുക്ക് ലെഫ്റ്റോ റൈറ്റോ സെൻറ്ററോ ഇത്രയും മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. ലെഫ്റ്റ് അലൈൻമെൻറ്റ്. കണ്ടോ, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. നമുക്ക് ആ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്താൽ മാത്രമേ എന്ത് വരുള്ളൂ? ഇവിടെ നമ്മൾ കൊടുക്കുന്ന അലൈൻമെൻറ്റ് അതിനകത്ത് ചേഞ്ചസ് വരുന്ന നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ ടെക്സ്റ്റിനെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ആദ്യം കിടക്കുന്ന അലൈൻമെൻറ്റ് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ നോർമലി ഇതിനകത്ത് കിടക്കുന്ന അലൈൻമെൻറ്റും ലെഫ്റ്റാണ്. അതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്? ആക്റ്റീവായി കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്ത് നോക്കാം. അതിന് നമ്മൾ ഈ സെൻറ്റർ എന്നുള്ള അലൈൻമെൻറ്റ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ട്, കൺട്രോൾ ഇ. കണ്ടോ? അപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്നുകിൽ കൺട്രോൾ ഇ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഈ അലൈൻമെൻറ്റ്, ഈ സെൻട്രൽ അലൈൻമെൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ? അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഈ കൊടുത്ത ടെക്സ്റ്റ് എല്ലാം എങ്ങോട്ട് മാറി? സെൻറ്ററിലോട്ട് മാറിയത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് അലൈൻമെൻറ്റ് കൊടുത്ത് നോക്കാം. ഒന്നുകിൽ നമ്മൾ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കൺട്രോൾ ആർ. സോറി, ഇവിടെ എന്തൊരു ഞാൻ കൊടുത്ത ഷോർട്ട് കട്ട് കീ തെറ്റിപ്പോയതുകൊണ്ടാണ് ഇവിടെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയത്. നമുക്കൊന്നും കൂടെ കൺട്രോൾ ആർ കൊടുക്കാം. കൺട്രോൾ ആർ. കണ്ടോ? ആ ഒരു ടെക്സ്റ്റ് എല്ലാം എങ്ങോട്ട് പോയി? റൈറ്റ് സൈഡിലോട്ട് പോയത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് തിരിച്ച് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. അതിന് ഒന്നുകിൽ ഇവിടെ വന്ന് എന്ത് ചെയ്യുക? ഈ ലെഫ്റ്റ് എന്നുള്ള അലൈൻമെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ എൽ. കണ്ടോ? ഇതെല്ലാം ഇപ്പോൾ ലെഫ്റ്റിലോട്ട് പോയത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എക്സ്ട്രാ കാണുന്നുണ്ട്. അതായത് ഇതിപ്പോൾ എല്ലാം ഈ ഒരു സെല്ലിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഈ സീരിയൽ നമ്പർ, നെയിം, രജിസ്റ്റർ നമ്പർ, മലയാളം, ഇംഗ്ലീഷ്, ഇതെല്ലാം ഈ ഒരു സെല്ലിൻ്റെ ഒരു ഏറ്റവും ടോപ്പിലായിട്ടാണ് ഇത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് നമുക്ക് എന്ത് ചെയ്യാം? മിഡിലോട്ട് കൊണ്ടുവരാം. ഇപ്പം ഇതാണ് ആക്റ്റീവായി നിൽക്കുന്നത്, അതുകൊണ്ടാണ് അത് ടോപ്പിൽ നിൽക്കുന്നത്. ഇത് സെലക്ട് ചെയ്ത് എന്ത് സംഭവിക്കും? സെൻറ്ററിലോട്ട് വരും. സെൻറ്റർ വെർട്ടിക്കലി സെൻറ്റർ ദ ടെക്സ്റ്റ്. കണ്ടോ? ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ആ ചേഞ്ച് വരുന്നത് അറിയാത്തത്. കണ്ടോ? ഇനി എന്ത് ചെയ്യാം? ഇത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? കണ്ടോ? നമ്മുടെ ടെക്സ്റ്റ് എല്ലാം ആ ഒരു സെല്ലിൻ്റെ ഒത്ത നടുക്ക് വന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ? ഇതാണ്. അടുത്തത് എന്ത് ചെയ്യുക? ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് കൊടുക്കുകയാണ്? അലൈൻ ബോട്ടം, അലൈൻ കണ്ടൻറ്റ് എലോങ് ദ ബോട്ടം ഓഫ് ദ സെല്ലിൻ്റെ ബോട്ടത്തിലേക്ക് നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും? നമ്മുടെ ഈ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ഈ കണ്ടൻറ്റിനെ കൊണ്ടുവരാൻ പറ്റും. കണ്ടോ? അത് ക്ലിക്ക് ചെയ്തപ്പോൾ ചേഞ്ച് വന്നു. ഏകദേശം ഈ സെല്ലിൻ്റെ ഏറ്റവും താഴെയായിട്ട്, നേരത്തെ ടോപ്പിൽ നിന്നു അതിന് നമ്മളെ മിഡിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം നമ്മൾ
അതിനെ ബോട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് വേണമെങ്കിൽ അതിൻ്റെ ടോപ്പിലേക്ക് തന്നെ കൊണ്ടുപോവാം. കണ്ടോ, ഇതാണ് അപ്പോൾ ഈ ഒരു ഇത്ര അലൈൻമെൻറ്റ്സ് വരുന്നത്. ഒന്ന് നമുക്ക് ടെക്സ്റ്റിനെ എന്ത് ചെയ്യാം, ലെഫ്റ്റ് റൈറ്റ് മിഡിൽ അല്ലെങ്കിൽ സെൻറ്ററിൽ കൊണ്ടുവരാം. പിന്നെ ഇതിനെ തന്നെ ടോപ്പ് സെൻറ്റർ ബോട്ടം അങ്ങനെയും കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനിയാണ് ടെക്സ്റ്റ് ഡയറക്ഷൻ വരുന്നത്. ടെക്സ്റ്റ് ഡയറക്ഷൻ നമ്മൾ നേരത്തെയൊക്കെ നോക്കിയ സെയിം ഓപ്ഷൻ തന്നെയാണ്. കണ്ടോ, ഇപ്പോൾ ഇതിന് ഞാൻ ഈ സീരിയൽ നമ്പർ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റിനെ എന്ത് ചെയ്യാണ്, ടെക്സ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ്. 90 ഡിഗ്രി മാറ്റിയ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോളത്തിന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അത്രയും സ്പേസ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇങ്ങനെ കുറയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലാൻഡിങ്ങിലോട്ട് എന്ത് മാറിയിട്ടുണ്ട്, സീരിയൽ നമ്പർ എന്നുള്ളത് മാറിയിട്ടുണ്ട്. എനിക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, 1 2 3 എന്ന് പറഞ്ഞ് താഴെ നമ്പർ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എന്ത്, ഈ ഒരു ടെക്സ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 90 ഡിഗ്രി. ഇപ്പോൾ നമ്മൾ സീരിയൽ നമ്പർ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് അത് മാത്രം മാറിയത്. ഇനി എന്ത് ചെയ്യാം, 170 മാറാം. ഇതിപ്പോൾ കറൻ്റ്ലി ഈ നെയിം എന്നുള്ളടത്ത് കഴ്സർ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത്. സീരിയൽ നമ്പറിൽ തന്നെ കഴ്സർ കൊണ്ടുവരാം. കണ്ടോ, എന്നിട്ട് ലേഔട്ടിനകത്ത് ഞാൻ എന്ത് ചെയ്യണം, 270 കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു ഡയറക്ഷനിലോട്ട് ചേഞ്ച് ആവും. ഇത് 90 ഡിഗ്രി, ഇത് 270 ഡിഗ്രി. ഇനി സ്റ്റാക്ക്ഡ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ വരും. മൂവ് ചെയ്യാം. കണ്ടോ, സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറും. നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ടെക്സ്റ്റിലേക്ക് തന്നെ ഹൊറിസോണ്ടൽ കൊടുക്കാം. കണ്ടോ, ഇതാണ് ടെക്സ്റ്റ് ഡയറക്ഷൻ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെൽ മാർജിൻ, ഓരോ സെല്ലിൻ്റെയും മാർജിൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നോർമൽ മാർജിൻ. മാർജിൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നൺ കൊടുക്കുക. പിന്നെ നാരോ മാർജിൻ, ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ, കണ്ടോ ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ വന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ദെൻ വൈഡ്, കണ്ടോ വൈഡ് എന്ന് പറയുമ്പം അതും ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്നാലും എന്ത് ചെയ്തു, ആ ഒരു എന്ത് സംഭവിച്ചു, ഈ ഹൈറ്റിൽ നിന്ന് കുറച്ച് താഴേക്ക് വന്നു. ഈ കണ്ടോ ഇവിടെ ഉള്ള ആ സ്പേസ് വ്യത്യാസമുണ്ട്, അതാണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റം മാർജിൻ, നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എന്ത് ചെയ്യാം, ഈ കസ്റ്റം മാർജിൻ എന്നുള്ളത് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യത്തിനുള്ള മാർജിൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ റൈറ്റ് ലെഫ്റ്റ് ടോപ്പ് ബോട്ടം എന്നുള്ളതൊക്കെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർജിൻ കൊടുക്കാൻ പറ്റും. കസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് മാർജിൻ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കസ്റ്റം മാർജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് മെയിൻലി അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. ഇനി നമുക്ക് അടുത്ത കമാൻഡ് ഗ്രൂപ്പ് നോക്കാം, ടേബിൾ സൈസ്. ടേബിൾ സൈസ് എന്താണ്, ടേബിൾ സൈസ് എന്ന് വരുന്നത് സെയിം നമ്മൾ ഇതിനകത്ത് നോക്കിയ സെൽ സൈസ് പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ടേബിളിനെ കംപ്ലീറ്റ്ലി, മറ്റേത് നമ്മളൊരു സെല്ല് മാത്രമാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പകരം നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിൻ്റെ സൈസ് പഴയ പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് റോസ് എന്നുള്ളത് കൊടുക്കുമ്പോൾ എല്ലാം സെയിം ഓർഡറിൽ മാറും. ഇനി ഇത് ഉദ്ദേശിക്കുന്നത് ടേബിൾ കംപ്ലീറ്റ്ലി എന്താവും, ഹൈറ്റും വിഡ്ത്തും നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് നോക്കാം, ഇപ്പോൾ നമ്മൾ ടേബിളിൻ്റെ ഹൈറ്റ് കൂട്ടുകയാണ്, കണ്ടോ ആ ടേബിൾ കംപ്ലീറ്റ്ലി, ഒരു റോയോ ഒരു കോളോ മാത്രമല്ല, ആ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് ഹൈറ്റിൽ ചേഞ്ച് വരികയാണ്. ഇനി എന്ത് ചെയ്യാം, ഇത് കുറയ്ക്കാം. കണ്ടോ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണ്, വിഡ്ത്ത് കൂട്ടാൻ പോവുകയാണ്. കണ്ടോ എല്ലാ കോളവും എല്ലാ റോയും തമ്മിലുള്ള വിഡ്ത്ത് എന്താണ് കൂടിയും, ഇത് ഞാൻ കുറച്ച് കൊണ്ടുവരികയാണ്. കണ്ടോ, അപ്പോൾ ഇത് രണ്ടുമാണ് ഹൈറ്റും വിഡ്ത്തും. നമുക്ക് ടേബിളിൻ്റെ ഹൈറ്റും വിഡ്ത്തും, സെറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടേബിൾ, വിഡ്ത്ത് എന്താണ്, സെറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ ടേബിൾ. നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മുടെ ടേബിളിൻ്റെ ഹൈറ്റും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണും, ലോക്ക് ആസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നമുക്ക് നോക്കാം, ലോക്ക് ദ ആസ്പെക്റ്റ് റേഷ്യോ സോ ദാറ്റ് ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ടേബിൾ ചേഞ്ച് ഇൻ ദ പ്രപ്പോർഷൻ ടു വൺ അനദർ. എന്ത് സംഭവിക്കും, ഇപ്പം നമ്മളിവിടെ ഹൈറ്റ് കൊടുക്കുകയാണ്, ഹൈറ്റ് 13 സെൻറ്റിമീറ്റർ കൊടുത്തു, വിഡ്ത്ത് എത്രയാണ് 23.7 സെൻറ്റിമീറ്റർ എന്നാണ് കറൻ്റ്ലി നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നത്. എന്നാൽ
ഞാനിവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 23 ആണ് കിടക്കുന്ന വിഡ്ത്ത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യുക. 23.7 ആണ് ഇവിടെ കിടക്കുന്ന വിഡ്ത്ത്. ഞാൻ ഹൈറ്റ് 15 സെൻറ്റിമീറ്ററിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. കണ്ടോ, ഞാൻ എന്ത് ചെയ്തു, ഹൈറ്റിനെ ഞാൻ 15 സെൻറ്റിമീറ്ററിൽ കൊണ്ടുവന്നു. അപ്പോൾ വിഡ്ത്തിന് ചേഞ്ച് ഉണ്ടോ? ഇല്ല. വിഡ്ത്ത് എന്തിലാണ് നിൽക്കുന്നത്? 23 സെൻറ്റിമീറ്റർ. എന്നാൽ ഞാൻ വിഡ്ത്തിനെ എന്ത് ചെയ്യാൻ പോവാണ്? 15 സെൻറ്റിമീറ്ററിലോട്ട് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഹൈറ്റ് ശ്രദ്ധിക്കണം, ഹൈറ്റിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഹൈറ്റ് 15 സെൻറ്റിമീറ്ററിലാണ്. ഞാൻ വിഡ്ത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടോ, ഇപ്പം ഹൈറ്റും വിഡ്ത്തും എന്തായി? 15. ഇവിടെ ചെറിയൊരു വേരിയേഷൻ വന്നു. 0.14 എന്ന് പറയുന്ന ഒരു വാല്യൂ വന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് ഞാൻ അത്രയും വിഡ്ത്ത് കുറച്ചപ്പോഴാണ് എന്ത് വന്നത്? ഈ ഹൈറ്റിൽ ചെറിയൊരു ചേഞ്ച് വന്നത്. എന്നാൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ വിഡ്ത്തിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ സ്ലൈറ്റായിട്ടൊരു വേരിയേഷൻ ഹൈറ്റിന് വന്നിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഈ ലോക്ക് ആസ്പെക്റ്റ് റേഷ്യോ എന്നുള്ളത് ടിക്ക് ചെയ്യുകയാണ് ഞാനിത്. കണ്ടോ, ഞാനിപ്പോൾ ഇത് ടിക്ക് ചെയ്തിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കൂ, ആ വെയിറ്റ് എന്ന് പറയുന്ന കോളത്തിൽ കണ്ടോ, ഈ ഹൈറ്റിന് ഈക്വലായിട്ട് എന്ത് സംഭവിക്കുകയാണ്? വിഡ്ത്തിലും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ കോളം സൈസ് ഇൻക്രീസ് ഈ ടേബിളിൻ്റെ ഹൈറ്റ് ഞാൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വിഡ്ത്തും ഇൻക്രീസ് ആയി വരുന്നുണ്ട്. എന്നാൽ ഞാനിത് കുറച്ച് നോക്കാം. കണ്ടോ, ഞാൻ ഇതിൻ്റെ ഹൈറ്റ് കുറച്ചപ്പോൾ എന്ത് സംഭവിച്ചു? സെയിം വിഡ്ത്തും കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ലോക്ക് ആസ്പെക്റ്റ് റേഷ്യോ ടിക്ക് ചെയ്ത് കൊടുത്തത്. നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ അതിന് പ്രപ്പോർഷനായിട്ട് ഇതിൻ്റെ വിഡ്ത്തും കൂടെ എന്ത് ചെയ്യും? ഇൻക്രീസ് ആയി വരാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് തിരിച്ചും. നമ്മളിപ്പോൾ ഈ ലോക്ക് ആസ്പെക്റ്റ് റേഷ്യോ ടിക്ക് ചെയ്തതിന് ശേഷം വിഡ്ത്താണ് കൂട്ടാൻ ശ്രമിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? വിഡ്ത്ത് കൂട്ടി കാണിക്കാം. കണ്ടോ, വിഡ്ത്ത് കൂടുമ്പോൾ അതിന് അതുപോലെ തന്നെ ഈക്വലായിട്ട് എന്തും കൂടി വരും? ഹൈറ്റും കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. രണ്ടിനെയും ഒരേ റേഷ്യോയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോക്ക് ആസ്പെക്റ്റ് റേഷ്യോ എന്നുള്ളത് ഇവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത ലാസ്റ്റ് നമ്മൾ ഓൾറെഡി ഷേപ്സിനകത്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്ത്? ഈ അറേഞ്ച് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു ബീയിങ് ഫോർവേഡ് എന്നുള്ള. ഇപ്പോൾ രണ്ട് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രിങ് ഫോർവേഡും സെൻഡ് ബാക്ക്വേർഡും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഇവിടെ കറൻ്റ് ആക്റ്റീവ് അല്ല, കാരണം ഇതിനകത്ത് ഒരു ടേബിളേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ടേബിൾ ഡിസൈനിനകത്തും സെയിം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ സെലക്ഷൻ പെയിൻ എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടാസ്ക് പെയിൻ ഓപ്പൺ ആവും. അതിലെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹൈഡ് ചെയ്യാനും ഷോ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നതാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം സെയിം കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അലൈൻമെൻറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, സെൻട്രൽ അലൈൻമെൻറ്റ്, ഡിസ്ട്രിബ്യൂട്ട്, അങ്ങനെ ഒരുപാട് സെയിം ഓപ്ഷൻസ് നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ രണ്ട് ടേബിൾസിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഗ്രൂപ്പ് യൂസ് ചെയ്യാം. കൂടുതലും ഇത് ഷേപ്സ് പോലെയുള്ള ഒബ്ജക്ട്സിനൊക്കെയാണ് കുറേ കൂടെ കംഫർട്ടായിട്ട് വരുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ്. ഇതിപ്പോൾ രണ്ടും ആക്റ്റീവ് അല്ല, ബിക്കോസ് ടേബിൾ ഒന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് ആക്റ്റീവ് ആവാത്തത്. റൊട്ടേറ്റ് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റിനെ ഫ്ലിപ്പ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കാരണം നമ്മളിതൊക്കെ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് ഈ അറേഞ്ച് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓട്ടിച്ച് പോയത്. അപ്പോൾ നമ്മൾ ടേബിൾ ലേഔട്ട് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ് ടേബിളിനകത്ത് വന്ന ലേഔട്ട് എന്ന് പറയുന്ന ടാബിനകത്ത് പഠിച്ചതൊക്കെയാണ് പുതിയതായിട്ട് പഠിച്ചതായിരുന്നു. ഈ ടേബിളും റോസ് ആൻഡ് കോളംസ്, മെർജ്, സെൽ സൈസ്, അലൈൻമെൻറ്റ് നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു. പിന്നെ ടേബിൾ സൈസ് എന്നുള്ളത്, പിന്നെ ലാസ്റ്റാണ് ഈ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പും വരുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും ഈ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ ടേബിൾ സെലക്ട് ചെയ്തപ്പോൾ വന്ന 2 ടാബ്സ് ആയിരുന്നു എന്ത്, ടേബിൾ ഡിസൈനും ലേ ഔട്ടും. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടീച്ചേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.